പത്തനാപുരത്ത് ഇത്തവണ ഇലക്ഷൻ പൊടി പൊടിക്കും. സ്ഥാനാർത്ഥികളായി എത്തുന്നത് കുടുംബ പ്രശ്നങ്ങളിൽ ഇടറി നിൽക്കുന്ന കെ.ബി. ഗണേഷ് കുമാറും ചാനൽ ചർച്ചകളിലെ സജീവ സാന്നിധ്യമായ ജ്യോതികുമാർ ചാമക്കാലയുമാണ്. എൻ.ഡി.എ സ്ഥാനാർത്ഥി കൂടി എത്തിയാൽ പത്തനാപുരത്തെ അംഗത്തിന് ചൂടേറും. പത്തനാപുരത്തിന്റെ രാഷ്ട്രീയ ചരിത്രം നോക്കിയാൽ ആദ്യകാലങ്ങളിൽ കൃത്യമായ ഇടതുപക്ഷ ചായ്വ് കാണിച്ച മണ്ഡലമാണ്. എന്നാൽ ഈ മണ്ഡലം 2001 മുതൽ കേരള കോൺഗ്രസ് പിടിച്ചെടുക്കുകയായിരുന്നു. 2001 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായാണ് ഗണേഷിന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത്. 2006 2011 2016 2021 നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും തുടർച്ചയായി വിജയിച്ച ഗണേഷ് കുമാർ 2 തവണ സംസ്ഥാന ക്യാബിനറ്റ് വകുപ്പ് മന്ത്രിയായിരുന്നു. 14 തവണ നടന്ന തിരഞ്ഞെടുപ്പിൽ 9 തവണ CPI സ്ഥാനാർത്ഥികൾ വിജയിച്ചപ്പോൾ 2006 കേരള കോൺഗ്രസ് ബി ഗണേഷ് കുമാറിനെ ഇറക്കി മണ്ഡലം പിടിച്ചെടുത്തു. പിന്നീട് നടന്ന 2 തിരഞ്ഞെടുപ്പിലും ഗണേഷ് കുമാർ തന്നെ ഇവിടെ നിന്നും വിജയിക്കുകയും ചെയ്തു. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 67,078 വോട്ടാണ് ഗണേഷ് കുമാർ നേടിയത്. UDF സ്ഥാനാർത്ഥി ജ്യോതികുമാർ ചാമക്കാല 52,776 വോട്ടുമായി 2ാം സ്ഥാനത്തും NDA സ്ഥാനാർത്ഥി ജിതിൻ ദേവിന് കിട്ടിയത് 12,364 വോട്ടാണ്. നിയോജക മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തിലും ലീഡ് കെ.ബി. ഗണേഷ് കുമാറിനായിരുന്നു. ഇതിനിടെ ഗണേഷ് കുമാറിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി ഭാര്യ ബിന്ദു മേനോൻ രംഗത്തെത്തിയിരുന്നു. വാളകത്തെ വീട്ടിൽ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടുവെന്ന് ആരോപിച്ച ബിന്ദു ആർ ശ്രീലേഖയെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയെയും ഫോണിൽ വിളിച്ച് പരാതി അറിയിച്ചെന്നും വെളിപ്പെടുത്തി. മന്ത്രിയായ ഭർത്താവിനെതിരെ ആരോപണങ്ങളുമായി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയ ബിന്ദു മേനോൻ വളരെ പെട്ടെന്ന് തന്നെ മറുകണ്ഠം ചാടുകയായിരുന്നു. കേരളം ഏറെ ആകാംക്ഷയോടെ നോക്കുന്ന ഒരു മണ്ഡലമാണ് പത്തനാപുരം. ശക്തമായ ത്രികോണ മത്സരമായിരിക്കുമോ പത്തനാപുരത്ത് ഇത്തവണ ഉണ്ടാവുക? കെ.ബി. ഗണേഷ് കുമാർ തന്റെ ആധിപത്യം വീണ്ടും ഉറപ്പിക്കുമോ? അതോ ഗണേഷ് കുമാറിനെ പിന്തള്ളി ജ്യോതികുമാർ ചാമക്കാല നിയമസഭയിലേക്ക് എത്തുമോ? അതല്ല ഇനി പത്തനാപുരത്ത് താമര വിരിയുമോ എന്നും കാത്തിരുന്നു കാണാം.